ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ. ഹാപ്പി ക്രിസ്മസ് എവരിബഡി. അപ്പോൾ ക്രിസ്മസിനനുബന്ധിച്ചുള്ള ഒരു റെസിപ്പിന് ഞാൻ ഇടാൻ പോകുന്നത് നാളെ ക്രിസ്മസ് കേട്ടോ. ഞാൻ തലേ ദിവസം ചെയ്യണത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു റെസിപ്പിന്, അതായത് ഇപ്പോൾ വെള്ളയപ്പം, പാലപ്പം, വട്ടയപ്പം, ബ്രെഡ്, അതിനൊക്കെ നമുക്ക് ഒരു നല്ലൊരു കോമ്പിനേഷനുള്ള ഒരു ചിക്കനും കറിയും ഞാൻ ചെയ്യാൻ പോകുന്നത് ചിക്കൻ പൊട്ടറ്റോ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള നല്ലൊരു ചിക്കൻ കറിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം അത് വളരെ സിമ്പിളാണ്. ബാച്ചിലേഴ്സിന് പ്രത്യേകിച്ചും അവർക്ക് സിമ്പിളായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കും നല്ലത് തന്നെയാണ്. അപ്പം അത് എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരാം. അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസും എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ചിക്കൻ കറിക്ക് ആവശ്യമുള്ളത് ചിക്കൻ ഞാനൊരു 1/4 kg എടുത്തിട്ടുള്ളൂ. ചിക്കൻ ആവശ്യമുണ്ട്. പിന്നെ പൊട്ടറ്റോ ആവശ്യമുണ്ട്, 2 പൊട്ടറ്റോ, 1/4 കിലോ ചിക്കൻ ചെറിയ പീസാക്കിയത്, മീഡിയം സൈസ്. പിന്നെ സവാള, വഴറ്റാൻ ആവശ്യമുള്ള സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ മസാലപ്പൊടികൾ. അപ്പോൾ ഓൾറെഡി ഞാൻ മസാല ഇത്തിരി മുളകും ഒരു 2-3 മുളകും, മല്ലി, കുറച്ച് മസാല, ഗരം മസാല ഒക്കെ ഓൾറെഡി ചൂടാക്കി പൊടിച്ച് വെച്ചതാണ്. ഇതൊക്കെ ഫസ്റ്റ് പിടിച്ചതായിരുന്നു കേട്ടോ. പിന്നെ ഒരു ഫോൺ വന്നപ്പോൾ ഒക്കെ പോയല്ലേ ഇന്ന്, അത് കാരണം കൊണ്ട് ഒക്കെ ചെയ്ത് വെച്ചു. പിന്നെ ചിക്കൻ ഒന്ന് പകുതി ഫ്രൈ ആയിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ ഉരുളക്കിഴങ്ങ് പകുതി ഫ്രൈ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഏറ്റവും ആദ്യം ഒക്കെ ഞാൻ കാണിച്ച് വെച്ചതായിരുന്നു. അപ്പോഴേക്കും ഫോണിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായി. ശരി, പിന്നെ നമുക്ക് ഈ വേപ്പിലിട്ടപ്പോഴേ വെള്ളം ഫോണിലേക്ക്. അപ്പം ഇതൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് വഴറ്റാനുള്ള സാധനങ്ങൾ. സവാള കേട്ടോ, 2 മീഡിയം സൈസ് സവാള വഴറ്റി വരട്ടെ. അപ്പോൾ ഒരു 3/4 ഭാഗത്തോളം വഴന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാൻ 1 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, ഒരു 2 പച്ചമുളക് കേട്ടോ, വേപ്പിൻ്റെ ഇല നന്നായിട്ട് വഴറ്റട്ടെ. നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിൽ ഞാൻ ഒരു മീഡിയം ടൈപ്പ് തക്കാളി, അത് നന്നായിട്ട് വഴണ്ട് വരണം. ഇപ്പോൾ 3/4 ഭാഗത്തോളം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഈ ഗരം മസാല, മല്ലിപ്പൊടി, മുളക്, 2-3 മുളക്, അതൊക്കെ വറുത്ത് പൊടിച്ചത് കേട്ടോ. അപ്പോൾ ഓൾറെഡി ഞാനിതിൽ നമ്മൾ ചിക്കൻ നന്നായിട്ട് കഴുകിയിട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, 1 സ്പൂൺ മുളക് പൊടി, പിന്നെ ഇവിടെ ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാല 1 സ്പൂൺ, അതിട്ടിട്ട് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ആണ് പകുതി ഫ്രൈ ചെയ്തെടുത്തത്. ഇതൊക്കെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പിടിച്ചതായിരുന്നു. ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യം റിപ്പീറ്റ് പിടിക്കണത്. അപ്പോൾ ആദ്യം പറഞ്ഞതൊക്കെ പോയി വറുത്ത്, അതൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റാണ്ടായി. ഞാൻ ആദ്യം വറുത്ത് ചെയ്യണതൊക്കെ. ശരിക്കും പഠിച്ച് വന്നിട്ടില്ല, വരണുള്ളൂ. ഞാൻ ഇതിൻ്റെ ടെക്നിക്കുകളൊക്കെ പഠിച്ച് വരണുള്ളൂ കേട്ടോ. നന്നായിട്ട് വഴന്ന് വരട്ടെ കേട്ടോ. ഒന്ന് നന്നായിട്ട് വഴന്നു. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇടാം. ചിക്കൻ 3/4 വേവായിട്ടുള്ള വേവണം നന്നായിട്ട്. അതുപോലെ പൊട്ടറ്റോ ഇടാം. ഇപ്പം ഞാൻ 1/4 കിലോ ചിക്കനിന് 2 മീഡിയം പൊട്ടറ്റോ ഇട്ടാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് ഇഷ്ടമുള്ളവർക്കെന്ന് വെച്ചാൽ 2-3 ഇടാം. 1 കിലോ കോഴിക്കൊക്കെ ഒരു 3-4 ഉരുളക്കിഴങ്ങ് ഇടേണ്ടി, അല്ലെങ്കിൽ 3 ഉരുളക്കിഴങ്ങ്, 4 മീഡിയം ടൈപ്പ് ഇടേണ്ടി വരും. പിന്നെ ആൾക്കാർ എത്രയധികം ഉള്ളത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇനി ഇതിലേക്കൊരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് എന്തായാലും ഇത് വേവണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കപ്പോൾ എന്തായാലും നോക്കാം.
ആ വെള്ളം ഒഴിച്ചതൊക്കെ വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇറച്ചിയൊക്കെ വെന്തിട്ടുണ്ട്. നമുക്ക് ഇറച്ചി വെന്തെന്ന് അറിയാൻ ഈ കണ്ട ഈ എല്ലുമെന്ന് ഇതൊക്കെ വിട്ട് വന്നതിൻ്റെ അർത്ഥം വെന്തിട്ടുണ്ടെന്ന്. ഇറച്ചി ഈ എല്ല് കാണും, മാംസം താഴ്ത്തിട്ട് പോയിട്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ശരിക്കും ചിക്കൻ വരട്ടി, നമ്മളില്ലേ ചിക്കൻ വരട്ടി എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളിപ്പോൾ വെള്ളയപ്പത്തിന് അല്ലെങ്കിൽ വട്ടയപ്പത്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഒരു ഇത്തിരി തേങ്ങാപ്പാൽ നമുക്കിതിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഒരു പിടി തേങ്ങ, നമുക്കൊരു പിടി തേങ്ങ ഞാൻ ഇട്ടിട്ട് മിക്സിയിലിട്ടിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചുള്ള തേങ്ങാപ്പാൽ, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒറ്റടി 2, 3, 4 ഒന്നും വേണ്ട, ഒരേ പ്രാവശ്യം മിക്സിയിലിട്ട് അടിക്കുക. അതിൻ്റെ പാലെടുക്കുക. ഞാൻ പാലൊന്ന് കുറുകി വരട്ടെ. അപ്പോൾ പാലൊഴിച്ചു, തേങ്ങാപ്പാലൊഴിച്ചു. ഒരു പിടി കയ്യിലെടുത്താൽ മതി തേങ്ങ എടുത്തിട്ട് അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഒരേ പ്രാവശ്യം ഇതിലേക്ക് ഒഴിക്കുക, അത്രയ്ക്കുള്ളൂ. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ചിക്കൻ ആൻഡ് പൊട്ടറ്റോ കറി, പാൽക്കറി റെഡിയായി. പിന്നെ ഇതിൽ നിങ്ങൾ ഉപ്പ് നോക്കണം, അതൊക്കെ നിങ്ങൾ നോക്കാം. അപ്പോൾ ഞാനിട്ടതൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ടല്ലോ അതും. അപ്പം ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു ഈ ഇൻസ്ട്രുമെൻ്റ് ശരിക്കും ഞാൻ പഠിച്ചു വരണുള്ളൂ. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം ഞാൻ ഈ ചിക്കൻ വറുക്കണതും പിന്നെ പൊട്ടറ്റോ വറുക്കണതും ഒക്കെ പിടിച്ചത് പോയി. എന്നിട്ട് ഞാൻ രണ്ടാമതും റിപ്പീറ്റ് ചെയ്തതാണ്. അത് കാരണം നിങ്ങൾക്കത് ഞാൻ കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ആവശ്യത്തിന് മസാലയും പിന്നെ മുളക്, മല്ലിപ്പൊടി ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം എടുക്കുക. ഇപ്പോൾ ഞാൻ 1/4 കിലോ ചിക്കനിന് ഇതൊക്കെ എടുത്ത് വയ്ക്കണേ. നിങ്ങൾ ഉപയോഗിക്കണോ, എത്ര നമുക്കറിയില്ലല്ലോ ഓരോ വീട്ടിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടെന്നൊക്കെ. അപ്പോൾ അതനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ബ്രെഡ് എടുത്തിരിക്കണേ. ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കാം. വളരെ ഈസിന് നല്ല ടേസ്റ്റുള്ള കറിയാണ്. പൊട്ടറ്റോ ഒക്കെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാവും. എനിക്കൊക്കെ പൊട്ടറ്റോ തന്നെ ഇഷ്ടം ഭയങ്കരമായിട്ട്. അപ്പോൾ ചെയ്ത് നോക്കാം. ഞാൻ എന്തായാലും ഇപ്പോൾ കഴിക്കണില്ല, നോയിമ്പ് ഞങ്ങളുടെ വീടിയിട്ടില്ല. 12 മണി കഴിയട്ടെ, എന്നിട്ട് ഞാൻ ടേസ്റ്റ് നോക്കണുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എല്ലാവരും വെച്ച് നോക്കണം, എന്നാലല്ലേ നമുക്കറിയുള്ളൂ എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ പിന്നെ എനിക്കൊരു ഇഷ്ടമുള്ളൊരു റെസിപ്പി ഇടണമെന്നുണ്ടായിരുന്നു. അത് ഞാൻ അടുത്ത ആഴ്ച ഇടാം കേട്ടോ. അപ്പോൾ എന്നെ കാണുന്നവരെ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അത് അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ എനിക്കൊരു എൻകറേജ്മെൻറ്റ്, ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് പിന്നെയും ചെയ്യാൻ തോന്നും. നല്ല ഞാൻ സിമ്പിളായിട്ടുള്ളതൊക്കെ ചെയ്യണത്. അപ്പം നിങ്ങൾ വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ്. ബൈ.